ഈ കട്ടിങ് വാഷർ ഉണ്ടോ, ഇത് രണ്ടെണ്ണം ഒരേപോലത്തെ ആയിരിക്കും ഏകദേശം. ഇത് രണ്ടും ഒരേപോലത്തെ, ഇത് സെപ്പറേറ്റ്. ഇത് രണ്ട് സ്പോക്കറ്റ് ഷാഫ്റ്റിന് മേലെ വരുന്നത്. ഇതും അതെ, ഇത് ലാസ്റ്റ് ഇയർവെല്ലിൽ ഇട്ടിടേണ്ട സാധനമാണ്. ഇത് നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റിന് മേലെ വരുന്നത്. ഒരു വലിയ പരിപാടിയൊന്നുമില്ല, ഓർമ്മ വേണം, നല്ല വൃത്തി ഇടുക. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇയർ. ഈ കട്ടിങ് ഉണ്ടോ, ഇതുപോലത്തെ വേറെ സാധനം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് മൂന്നാമത്തെ ഇയർ. ഇവിടെ കറക്റ്റ് എടുത്ത് ഈ സെയിം സെറ്റപ്പ് ഉണ്ടോ, ഇതിൽ ഈ ഒരേപോലെ ഇരിക്കുന്ന രണ്ട് വാഷറിൽ ഒന്നെടുത്ത് എടുക്കുക. കറക്റ്റ് ഈ കട്ടിങ്ങിൻ്റെ ഭാഗം താഴോട്ടാക്കുക, ഈ 3 കുറ്റിയിലേക്ക് വെക്കുക. നല്ല നാക്കിലിങ്ങനെ ഇരുത്തി കൊടുത്താൽ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് കട്ടിങ്ങിലെ വാഷർ, അത് സെയിം ഒന്നും വരില്ലേ, അത് ഇടുക. ഇല്ല 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 അത് ഇടുക. നാലാമത്തെ ഇയർ അല്ല, ഇത് 4th ഇയറിൻ്റെ 4th ഇയർ. ഇത് 4th ഇയറിൻ്റെ. ഇതിനിതാ ഈ ചെത്തിയ ഭാഗം കണ്ട, നോർമലി എല്ലാ വണ്ടിക്കും വരുന്നതൊക്കെ ഈ ചെത്തിയ ഭാഗം ടോപ്പിലേക്ക്, ഈ ഫേസ് ആയിട്ടുള്ള ഭാഗം കണ്ട, ഈ ഫേസ് ഭാഗം ഇതായോട്ട് ഇടാം. കറക്റ്റ് അങ്ങോട്ട് വെച്ചോടുത്ത വ്യൂ. ഈ ഒരു എന്നിങ്ങനെ പറയല് ബ്ലേഡ് വാഷർ, ചില സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഓരോ വാഷർ പേര് പറയും. ബ്ലേഡ് വാഷർ നമ്മൾക്ക് പറയും. കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. 4th ഇയറിൻ്റെ വീല്. ഇവിടെ ഒന്ന് തേയ്മാനം ഉണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. ഇവിടെ തേയ്മാനം ഗിയർ സ്ലിപ്പ് വരും, അങ്ങനത്തെ കാര്യങ്ങളും വരും. അവിടെ ഗിയർ സെലക്ടറിൻ്റെ ടീത്തിന് തേയ്മാനം ഉണ്ടോ നോക്കണം. ഇത് ഫസ്റ്റ് ഇടുക, ഈ ചെറിയ കട്ട് വാഷർ. പിന്നെ വേറെ പേരുണ്ടാവും, നമുക്ക് ഈ പേരെ അറിയൂ. കറക്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മെല്ലെ വെച്ച് കൊടുക്കും. അവിടെ പോയിരിക്കും, ഇങ്ങനെ തിരിച്ച് കറക്റ്റ് ഉണ്ടാവും. എന്നിട്ട് കേസ് നല്ല വൃത്തി ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ആക്കുക. ബെയറിങ്ങിനെ കുറിച്ച് ഓയിലടിക്കുക, കറക്റ്റ് വെച്ച് ടൈറ്റ് ആക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. പോരെ.